ആര്യ ചേച്ചി യെസ്. ഇനി ഒരു കുഞ്ഞൂസ് വരാൻ പോവാണ് ഇവിടെ. ആര്യ ചേച്ചിയുടെ സ്വന്തം കുഞ്ഞൂസ് എത്താണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. മക്കളെ എന്ത് പറയുന്നു? നല്ല വിശേഷം പറയുന്നു. നല്ല വിശേഷം നല്ല വിശേഷം പറയുന്നു. പറയുന്നു. ഓക്കെ, നല്ല ഷർട്ടാണല്ലോ ഇത്. താങ്ക് യു. നല്ല ഷൂസും. നല്ല ഷൂസുമാണ്. ആ പുതുസാണ് അല്ല അല്ല കുറച്ചാളായോ? കുറച്ചു നാളായി. എങ്ങനെയുണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ? സുഖമായിട്ട് പോകുന്നു. മറ്റേ ബാറ്റും സ്റ്റംസ് ഒക്കെ വാങ്ങിച്ചു തന്നല്ലേ? ആ. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ആ. ഒരുപാട് സിക്സ് അടിക്കുന്നല്ലേ പറഞ്ഞേ? ആ. വല്ല സംഭവിച്ചാ? ഇപ്രാവശ്യം അങ്ങനെ ബ്രേക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് സിക്സ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിക്സ് അടിക്കാൻ പറ്റില്ല. സിക്സ് അടിച്ചിരിക്കും. പക്ഷെ വീട്ടിൽ പോയാലും ഞാൻ എപ്പോഴും ബാറ്റ് പൊക്കിയിട്ടേ ഇല്ലു കളി. ആണല്ലേ? ആണോ? സിക്സ് ആണ് മൊത്തത്തില്. റിജുല എന്തോ ഇന്ന് സിക്സ് അടിക്കാൻ പോണ പാട്ടേതാ? ഉരുകി ഉരുകി എരിയുമി. മെഴുകുതിരികളിൽ ആ ഇല്ലേ? ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ ഉജ്ജ്വല. ആ. ഔസപ്പച്ചൻ ചേട്ടനല്ലേ? ആ. വെരി ബ്യൂട്ടിഫുൾ സോങ്. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞേ. സിനിമ ലേലം, ഇയർ 1997, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് ഔസേപ്പച്ചൻ സാറ്, പിന്നെ പാടിയത് യേശുദാസ് സാറ്. മിടുകൻ. വെരി ഗുഡ്. എല്ലാമായി മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. All the Thank best. you. All the best. താങ്ക് യു.
വെരി ഗുഡ് മോനെ. Beautiful. വെരി നൈസ് വെരി നൈസ്. റിജ്വൽ കുട്ടാ, എന്തോ ഞങ്ങൾ പറയായിരുന്നു ആദ്യത്തെ 2 ലൈൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം റിജ്വൽ കുട്ടന്റെ കഴിവ് എന്താണെന്നുള്ളത്. റിജ്വൽ കുട്ടൻ വളരെ വളരെ ടാലന്റഡ് ആണ് താങ്ക് യു. കേട്ടോ. ആ. ആ ദാസേട്ടൻ പാടിയിട്ടുള്ള അതേ ഫീലാണ് മോൻ പാടുമ്പോൾ. ആ പാട്ടിൽ എങ്ങനെയാ ദാസേട്ടൻ എങ്ങനെയാ ഫീൽ കൊടുത്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആ ഫീലിലാണ് പാടുന്നത്. ഫീല് തുടക്കം മുതൽ അവസാനം വരെ അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. ആ. പിന്നെ എനിക്ക് തോന്നിയത് ഈ ബ്രത്ത് പ്രോബ്ലം ഉണ്ട്. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, പല സ്ഥലത്തും സസ്റ്റെയിൻ കട്ടായി പോയി. ഇപ്പൊ തുണ്ടുപലവി നിർത്തുന്ന സ്ഥലത്ത് മെഴുകുതിരികളിൽ, ആ. പിന്നെ ചരണത്തിന്റെ എന്റെ അഭയകുടീരമുണ്ടോ അവിടെയൊക്കെ ഇത്തിരി സസ്റ്റെയിൻ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. ആ. പിന്നെ ഹൃദയ സാന്ത്വന ഗീതം സുഖത, അത് പിന്നെ സാന്ത്വന ഗീതം. സുഖത എന്ന് പറഞ്ഞാൽ സുഖം തരുന്ന, നമുക്ക് ആ. സുഖം തരുന്ന, സങ്കടപ്പെട്ടിരിക്കുമ്പോഴേ സുഖം തരുന്ന സാന്ത്വന ഗീതമാണ് എന്നാണ്. അതെ. ഒരുപാട് സങ്കടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സുഖം കിട്ടുന്ന ഒരു സാന്ത്വന ഗീതം എന്നാണ് എന്റെ അർത്ഥം. കേട്ടോ. പിന്നെ മുറിഞ്ഞു പോയൊരൻ പൂ എന്ന് കേൾക്കുന്നുണ്ട്. പാടി. തുഴമുറിഞ്ഞു പോയൊരൻ ഇപ്പൊ കറക്റ്റ് ആയി കേട്ടോ. പിന്നെ താരാട്ടുണ്ടോ, അനുപല്ലവി, തീരങ്ങളുണ്ടോ, ചരണം, ഇവിടെ 2 സ്ഥലത്തും ഹൈ പിച്ച് പോയപ്പോ സ്ട്രെയിൻ തോന്നി, വോയിസ് ക്രാക്കായി. അപ്പൊ അതൊക്കെയാണ് ഇന്നുണ്ടായ പ്രശ്നങ്ങൾ കേട്ടോ. പക്ഷെ പാട്ട് മൊത്തത്തിൽ കേൾക്കാനായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു. കാരണം ആ ഫീൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ദാസേട്ടൻ പാടിയ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അത് അങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. താങ്ക് യു. എന്തായാലും വളരെ മിടുക്കനാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്റെ മകനെ എന്തോ ഉജ്ജ്വല, എന്തോ ഉജ്ജ്വല, എന്തോ തേജ്വല, പ്രജ്വല. എന്തോ ഒരു ചിരി വരുന്നുണ്ട്. ഇപ്പോഴാണ് അവൻ ചിരിക്കുന്നത്. അവന്റെ ഉള്ളില് ജ്വാലയുണ്ട്, ജ്വാല. വെറുതെ അല്ല ഈ പേരുകളൊക്കെ വിളിക്കുന്നത്. എന്നുവെച്ചാ എനിക്ക് ശരിക്കും അത്ഭുതമാണ് എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ഈ പാട്ടൊക്കെ എടുത്ത് പാടാൻ പറ്റുന്നതെന്നുള്ളത്. അതെ അതെ. അറ്റ്ലീസ്റ്റ് ഒരു ട്രൈയെങ്കിലും ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്ക് ഇന്റൻസ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മ്യൂസിക്കലി ഉണ്ട്, അതിന്റെ ലിറിക്സിലുണ്ട്, അതിന്റെ ഭാവങ്ങളിലുണ്ട്. നമ്മുടെ കണ്ണ് നനയാതെ ഈ പാട്ട് കേൾക്കാൻ പറ്റില്ല. അതെ അതെ. ആ രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഔസേപ്പച്ചൻ ചേട്ടന് ഒരു വലിയൊരു നമസ്കാരം. ആ സിനിമയെ അതാണ് നമുക്ക് ഒരു വല്ലാത്ത ഒരു സോങ് സിറ്റുവേഷനിലാണ് പാട്ട് വരുന്നത്. അത് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ മോൻ അത് ഇങ്ങനെ ക്യാരി ചെയ്തിട്ടുണ്ട്. നമുക്കത് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റണ്ടേ അല്ലെ? എന്താണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റണ്ടേ? അപ്പൊ മോൻ അത് ക്യാരി ചെയ്തപ്പോഴത്തേക്കും അത് വളരെ ഓതന്റിക് ആയിട്ട് തന്നെ ഇവിടെ കേട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സ്പർശിച്ചു. നമ്മളെ ഇവിടെ സ്പർശിക്കും, എവിടെയോ സ്പർശിക്കുന്നു. ഇതിനകത്ത് ഒരു വീണ ഉണ്ടായിരിക്കും. പല കവികൾ പറയില്ലേ ഹൃദയ വീണ എന്നൊക്കെ പറയില്ലേ? ആ വീണയുടെ ഏതോ ഒരു സ്ട്രിങ്ങിനെ ഇങ്ങനെ ടാങ് നിറഞ്ഞ് തട്ടുന്നുണ്ട് അതെ അല്ലെ റിജ്വലൻ പാടുമ്പോഴത്തേക്കും. മാത്രമല്ല അതിൽ ഇൻവോൾവ് ആണ്. വളരെയധികം ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും പാടുന്നത്. പക്ഷെ ഓവർ ശ്രദ്ധ കൊടുക്കുന്നില്ല, ആവശ്യത്തിന് ഉള്ളൂ. പാകത്തിന്, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പാകമുണ്ട് അവൻ പാടുന്നതിൽ. അത് അങ്കിളിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് മേളിലുള്ള പോർഷൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ശബ്ദമൊക്കെ കട്ടായിട്ടുണ്ടെങ്കിലും അവിടുത്തെ എക്സ്പ്രഷൻസ് അത് കട്ടായിട്ടില്ല. എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു. ഫീല് ശരിക്കും ഫീലുമായിട്ടാണ് പാടിയത്. അത് കൊള്ളായിരുന്നു. പിന്നെ തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ, താന്തമാമീണമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അത് ഭയങ്കര താന്തം എന്നൊക്കെ പറയുന്ന ആ വാക്ക് പോലും അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് മോൻ പാടിയിരിക്കുന്നത്. ആദ്യത്തെ ഉരുകി വന്നിട്ട് തുണ്ടുപലവിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ലേ? അതെങ്ങനെയാണ്? അതാണ് ആ ഗ്ലൈഡ്. ശ്രുതി എങ്ങോട്ട് ചേർന്ന് പോണം. അതാണ്. അത് ഫുൾനെസ് വരാത്ത പോലെ ഒരു ഫീല് അങ്കിളിന് ഉണ്ടായിരുന്നു. പിന്നെ അഭയ കുടീരമുണ്ടോ, 2ാമത്തെ പ്രാവശ്യം അഭയ കുടീരം, അഭയ എന്ന് പാടി. ആദ്യം പാടിയതിൽ അഭയ എന്ന് കേട്ടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഇത് എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. ചിലത് ഉഗ്രനായിട്ടുണ്ട്. ചില ഇടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നില്ല, മിസ്സിംഗ് ആണ്, ശബ്ദം കട്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ കുഞ്ഞല്ലേ, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കും ഷുവറായിട്ട് കേട്ടോ. ഈ പാട്ട് അത്രയും ടഫുമല്ലേ? അപ്പൊ അതൊക്കെ നോക്കിയിട്ടല്ലേ മാർക്ക് തരാൻ പറ്റൂ. അല്ലേ ക്യാപ്റ്റൻ? അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ വേണ്ടിയിട്ട്. അത് പാടി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം അത് ആ പാട്ട്
പറയാൻ ശ്രമിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് റിജ്വൽ കുട്ടന്റെ ഈ പ്രായത്തില് ആ ഫീൽ അതുപോലെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ആ ഫീലും ആ ഒരു എന്താ പറയാ, റിജ്വൽ കുട്ടന്റെ ആ ഇൻവോൾവ്മെന്റ് കാണിക്കുക. റിജ്വൽ കുട്ടൻ എത്രത്തോളം പാട്ടിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇങ്ങനെ കേൾക്കാം ആ പാട്ട് പാടുമ്പോഴത്തേക്ക്. അത്ര ഫീൽ ഉണ്ടായിരുന്നു, അത്ര സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി താങ്ക് യു. കേട്ടോ. മിടുക്കനായിട്ട് പാടി. എനിക്ക് അനുപല്ലവിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല 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 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും തോന്നിയത് ഈ പറഞ്ഞ പോലെ ബ്രെത്തിന്റെ ഒരു ഇഷ്യൂ റിജ്വൽ കുട്ടന് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എസ്പെഷ്യലി വരികളൊക്കെ അവസാനിക്കുമ്പോ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യില്ലേ നമ്മള്, ആ സസ്റ്റെയിൻ ചെയ്യുന്ന ഭാഗത്ത് ബ്രെത്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം കുറച്ച് ഷെയ്ക്കി ആവുന്നുണ്ടായിരുന്നു ശബ്ദം. ഓക്കെ, അതാണ് ഞാനും മെയിനായിട്ട് നോട്ട് ചെയ്ത കാര്യം. ബ്രെത്താണ് ഇന്നത്തെ മെയിൻ വില്ലൻ കേട്ടോ. അതും കൂടെ ശരിയാവുമ്പോഴത്തേക്ക് അടിപൊളിയാവും. എനിക്കൊന്ന് റിജ്വൽ കുട്ടൻ കുഞ്ഞാവേ ആയതുകൊണ്ട് ലങ്സ് ഒക്കെ അങ്ങ് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ബ്രെത്ത് കപ്പാസിറ്റി ഒക്കെ വരണത്രേ, കുഞ്ഞാവേ അല്ലേ. അപ്പൊ അതൊക്കെ ശരിയാവും ഉണ്ടോ വലുതാവുമ്പോഴത്തേക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയി പാടി. നല്ല രസം, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ പോട്ടെ, നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് മിടുക്കനായിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ റിജ്വൽ കുട്ടൻ ഗോയിങ് ടു ബി അവാർഡഡ് 97 out of 100 today. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി അല്ലേ? ഓക്കെ, ടാറ്റാ. ടാറ്റാ. ബോയ്. ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. നമ്മുടെ മൈഥിലി കുട്ടിയാണ് ഇനി ഒരു സൂപ്പർ പെർഫോമൻസുമായിട്ട് എത്തുന്നത്. വിളിക്കട്ടെ മധുങ്കൾ? Yes. ലെറ്റ്സ് വെൽക്കം നമ്മുടെ മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. പാത്തു. അയ്യോ, ഞാൻ പാത്തുക്കുട്ടി. ഇത് മൈഥിലി ഒന്നും അല്ല മീനുട്ടാ, ഇത് പാത്തു ആണല്ലേ? ശരിക്കും സുന്ദരി പാത്തുവാണ് ഇത്. ഈ ഖൽബിൽ ഒരുപാട് സ്നേഹമുള്ള ഒരാളാണല്ലേ? അതെ. അതാരാണ്? അത് ഞാൻ. അത് സംശയമില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി അമ്മയാണോ? അങ്ങനെയല്ലേ? അതാണല്ലോ അക്ഷു. അവള് നന്നായി സംസാരിക്കാൻ വിളിച്ചത്? തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? ആ. മിടുക്കിയായിട്ടുണ്ടേ. അല്ലേ? അടുത്ത മാസം 20-ാം തീയതി ബർത്ത്ഡേ. ശ്ശോ, ആണോ? ഒരു വയസ്സായ പോലെ. അത് ശരി. അമ്പോ. എന്നെ പെട്ടെന്ന് ജൂൺ 20. ആ. ഓ അത് ശരി. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ആയി. ഈ 24 പാത്തുക്കുട്ടി. ഈ ജൂണിൽ ജനിക്കുന്നവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അതെ അതെ ജൂണിലാണല്ലേ? ശരിയാട്ടോ. എന്റെ അമ്മയും ജൂണിലെ. ഒക്ടോബറിൽ ജനിക്കുന്നവരല്ലേ മീനോട്ടാ? അവരാണ് മെയിൻ, അവരാണ് അവര് ഹൈലൈറ്റ്. ഏറ്റവും വലിയ ആള്. പ്രശ്നക്കാരാ, ഭയങ്കര ഇപ്പൊ പ്രശ്നം. ഒരു പ്രശ്നമില്ല. ഡിസംബർ ഏ, കൊള്ളാടാ. ഒക്ടോബറിന്റെ ഒക്ടോബറിന്റെ അടുത്തായോണ്ട് കൊള്ളാം. ഡിസംബർ വർഷം തീർന്നു, വലിയ ഗുണമില്ല. പുതുവർഷം തുടങ്ങാനുള്ളതാണ്. അത് തീർന്നാലല്ലേ പുതു തുടങ്ങാൻ പറ്റും. പാത്ത് ഡിസംബർ ആണ്. പാത്തു ഡിസംബർ ആണ്. ഡിസംബർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല ആള്. ഏറ്റവും നല്ലത് ഡിസംബർ. ഡേറ്റ് എന്നാ? ഡിസംബർ 20. 20. അപ്പൊ ഇത് ജൂൺ 20. ജൂൺ 20, കൊള്ളാലോ. ഡിസംബർ 20. ഓ, മധു ഏതാ? ജൂൺ 24. ഞാനും മെസ്സിയൊക്കെ ഒരു ദിവസം. ആയിക്കോട്ടെ. ഞാൻ ജൂൺ 14 14. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ജൂൺ 14, എന്താ? അതായത് നമ്മുടെ മ്യൂസിക് കമ്പോസർ പ്രീതം അല്ലേ, ആ. പ്രീതം. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1971 ജൂൺ 14 ഓ. Same day. അതേ ദിവസം തന്നെയാണ് ഞാൻ ജനിച്ചത്. സെയിം. സെയിം. Same. എന്നാ സെയിം ഡേ വേറൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് എന്റെ പിറന്നാളിന്റെ അന്ന്, ബർത്ത്ഡേയുടെ അന്ന്. അതായത് MS വിശ്വനാഥൻ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ. ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അസ്റ്റോണിഷിങ്, ഒരു അമ്യൂസിങ് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോ ഒരേ സമയത്ത് തന്നെ ആയിരിക്കും ജനിച്ചത്, അതായിരിക്കും അവിടെ മ്യൂസിക് പറയാൻ ഡയറക്ടർ ആയത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പാത്തു എന്തോ ഏത് പാട്ടാ പാടാൻ പോന്നേ? മുന്തിരിച്ചേലുള്ള പെണ്ണെ. ഖൽബിലെ ആഹാ. മുത്തിന് പേര് മുഹാബത്ത് ആ. അല്ലേ? ആ. ബ്യൂട്ടിഫുൾ സോങ്. സിനിമ മധുര നൊമ്പരക്കാറ്റ്. ഉം. വർഷം 2000. ഉം. സംഗീതം വിദ്യാസാഗർ സാർ. ഉം. എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാർ. പാടിയത് ബിജു നാരായണൻ സാറും സുജാത മാമും. യെസ്. എനിക്ക് മധുര നൊമ്പരക്കാറ്റിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദ്വാദശിയിൽ അതെ അതെ. അത് ബ്യൂട്ടിഫുൾ ആണ്. ഡയറക്ടർ കമൽ സാറിനാണ്. അപ്പൊ അതിലെ ഒരു പാട്ട് യൂസഫ് അലി സാർ എഴുതിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നേരത്തെ ഇവിടെ ഞാൻ പാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രഭാതത്തിലെ നിഴലു പോലെ ആദ്യമാദ്യം നീയകന്നു നിന്നു, മധ്യാഹ്ന നിഴലു പോലെ പിന്നെ നീ അടുത്തു വന്നു, നമ്മളൊന്നായി ചേർന്നു. ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ് വിദ്യാജിയുടെ. അപ്പൊ ഞാൻ ഭയങ്കര വിദ്യാജി ഫാൻ കൂടെയാണ്. അപ്പൊ വിദ്യാജിയുടെ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിക്കൂടെ ഒരു ഉൾപ്പുളകം അങ്ങോട്ട് പോകും, ഇലക്ട്രിസിറ്റി പോലെ. അപ്പൊ അത് പാടാൻ സൂപ്പറായിട്ട് പറ്റുന്ന ആളാരാണ്?
മൈഥിലി പാത്തു പാത്തു ഇന്നത്തെ പാത്തു. പഠിക്കോ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ all the best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുന്തിരിച്ചേലുള്ള പെണ്ണേ മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ കൽബിലെ മുത്തിന് പേര് മൊഹാബത്ത്. മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ കൽബിലെ മുത്തിന് പേര് മൊഹാബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനതു തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. മഞ്ജുള മാറിന്റെ നെഞ്ചിൽ എനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ. നിക്കാഹിൻ പന്തലിൽ ഒപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ, നീ എന്നെ കൂട്ടുവാൻ പോരുമോ. ഇഷ്ടമാണെങ്കിൽ ഞാനതു തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. കൂട്ടുവാൻ പോരുമോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തന്നിന്നെ തന്നാനോ
താനതാനേ തന്നാനോ തന്നാനോ തനതാനി തന്നെ തന്നാനോ തന്നിന്നൈ തന്നാനോ തനതാനേ തന്നൈ തന്നാനോ. ആഹാ. ആ. ആഹാ, ഈ ലിങ്കർ ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ അതെ. നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ പോകുന്നുണ്ട് അതിന്റെ താളം. യെസ് യെസ് യെസ്. 1 2 3 1 2 3 1 2 3 1 2 3 അഡും ടുട്ടാ ഇത് പോകുന്നുണ്ട്. അതിന് കാരണം എന്താ? അസലായിട്ട് പാടിയതുകൊണ്ട്, അല്ലാതെ വേറെ ഒരു കാരണവുമില്ല. ഈ പാട്ട് എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. Yes. അപ്പോഴും എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ബ്യൂട്ടിഫുൾ സോങ് ആണ്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ കുഞ്ഞു പാടിയപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ സുന്ദരിയായിട്ടുള്ള പാട്ടെന്നുള്ളത് തോന്നലുണ്ട്. പിന്നെ മോളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് എക്സ്പ്രഷൻസും ഉണ്ട്, ക്യൂട്ട് എക്സ്പ്രഷൻസും ഉണ്ട്. അത് വണ്ടർഫുൾ ആണ്. ചില സ്ഥലത്ത് കറക്റ്റ് എക്സ്പ്രഷൻസ് ആയിരിക്കും, ചില സ്ഥലത്ത് ഇപ്പോ മുത്തമായി കവിളൂരത്ത് എന്ന് പാടുമ്പോഴത്തേക്ക് ക്യൂട്ട് എക്സ്പ്രഷൻസ് ആയിരുന്നു. പിന്നെ ആ സെക്കൻഡ് BGM ഇങ്ങനെ ചെറിയ ഇങ്ങനെ സ്വേ ചെയ്ത് നല്ല ഗ്രേസ്ഫുൾ മൂമെന്റ്സ് കൊടുത്തില്ലേ, Yes. Yes, yes. വളരെ അത്യാവശ്യമുള്ളത് മാത്രം. എത്ര കൊടുക്കണമോ അത്രയും കൊടുത്തു, അളന്ന് മുറിച്ച് അളന്ന് തൂക്കി. താങ്ക് യു. ആ അളവ് കോൽ കറക്റ്റ് ആയിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോളുടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള തോട്ട് കാരണമാണ് അത് അങ്ങനെ വരുന്നത്. പിന്നെ സൂപ്പർ ആയിട്ടുള്ള കുറെ ഭാഗങ്ങളുണ്ട്. വണ്ടിറ കൊത്ത Yes, yes. വാർമുടി കെട്ടിൽ. അത് ചെണ്ടൊന്ന് ചൂടിത്തരാം. അത് സൂപ്പർ ആയിരുന്നു. പിന്നെ ഇളം മാൻകിടാവേ നീയൻ മുത്തല്ലേ, മുത്തല്ലേ ഏറ്റവും നന്നായത് മണിമാരൻ നീയൻ നെഞ്ചിൽ പാട്ടല്ലേ. ഓ, അത് ഒറ്റ പ്രാവശ്യം ഒന്ന് പാടിയ. മൈലാഞ്ചി ചോപ്പുള്ള കയ്യാൽ ഞാൻ ഇന്നാറത്തു താളം പിടിച്ചോട്ടെ, മണിമാർ അതെ, മണിമാരൻ നീ നെഞ്ചിൽ പാട്ടല്ലേ. എപ്പോഴും ഇതാണ് പ്രശ്നം. ഓ. അപ്പൊ പാടുമ്പോഴത്തേക്കും സൂപ്പർ ആയിരിക്കും, പിന്നെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പൊ ഉടനെ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും ഇയാൾക്ക് വേറെ ഒരു ജോലി അതാ ടെമ്പോയിൽ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ ആ ടെമ്പോ ഇങ്ങനെ വന്നപ്പോ നാച്ചുറൽ ആയിട്ട് വന്നു അല്ലെ. അതാണ് പിന്നെയും ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യലായി പോകും അല്ലേ. സത്യമാണ്. അപ്പൊ പിന്നെയും പിന്നെ പാടിക്കാൻ പാടില്ല ശരിക്കും. പക്ഷെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ കൊതിയാണ്, കേൾക്കാനുള്ള കൊതിയുണ്ട്. കൊതി. പിന്നെ അത്തറ പൂശിയ ഒരു ലൈനില്ലേ, അത് ശരിക്കും അത്തറ പൂശിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതേതായിരുന്നു? അത്തറ പൂശിയ പട്ടുറുമാലിൻ പേര് ഞാൻ തുന്നിത്തരാം, പേര് ഞാൻ തുന്നിത്തരാം. ഭയങ്കര രസാ. അത് ഫസ്റ്റ് ടൈം പാടിയത് അത്രയും സുഖമായോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ സെക്കൻഡ് ടൈം പാടിയപ്പോഴത്തേക്കും എക്സലന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞിൽ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈക്കിന്റെ മുമ്പിൽ ഒരു നല്ല കോൺഫിഡൻസ് തെളിഞ്ഞു കാണുന്നുണ്ട്. മൈക്കിന്റെ പിന്നിൽ ഒരു നല്ല ക്യാരക്ടർ, ഒരു പാട്ടുകാരി, ഒരു റിയൽ പാട്ടുകാരിയുടെ ക്യാരക്ടർ കാണുന്നുണ്ട്. നമ്മുടെ കുഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നത് ഞാൻ ഓർക്കാണ്. അവിടെ നിന്ന് ഈ മാസങ്ങളിലൂടെ ഉള്ള ഒരു യാത്ര ഉണ്ടല്ലോ, ആ യാത്രയിൽ നമ്മുടെ കുഞ്ഞ് എത്രത്തോളം നമ്മുടെ മൈദു ആണ്, നമ്മുടെ പാത്തുവാണെന്ന് പറയാൻ തോന്നുന്ന രീതിയിലേക്ക് പാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് വെരി ഗുഡ്. മൈഥിലിക്കുട്ടി എന്തോ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും. MJ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നാറുണ്ട് നല്ല മെച്യൂരിറ്റി ഉണ്ടെന്ന്. അത് പാട്ടിലും കാണുന്നുണ്ട്. പാട്ടില് കൊടുക്കുന്ന ഭാവമായാലും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ആളെന്ന് കുറിച്ച് ആണ് ഓരോ പാടുന്നത്. ഓരോ ഭാഗങ്ങളും പെർഫെക്റ്റ് ആണ്, ചിലപ്പോൾ വണ്ടർഫുൾ ആണ് പല ഭാഗങ്ങളും. അങ്ങനെയാണ് സംഭവിച്ചത്. പല്ലവി മാത്രം കുറച്ച് ശ്രുതി പ്രോബ്ലം എനിക്ക് തോന്നി. പിന്നെ മൊഹബത്ത് അത് മുന്തിരിച്ചേലുള്ള പെണ്ണേയൻ കൽബിലെ മുത്തിന് പേര് മൊഹബത്ത്. രണ്ടെണ്ണം ഉണ്ട് കേട്ടാ, അതെനിക്ക് തോന്നി. ബാക്കി എല്ലാ ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആണ്.
വളരെ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, മൈഥിലിക്കുട്ടിയുടെ ഹാർഡ് വർക്ക് കാണാൻ പറ്റുന്ന ഒരു പെർഫോമൻസ്, ആ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണിയിൽ മൈഥിലിക്കുട്ടി എങ്ങനെ ഇവോൾവ് ചെയ്തു, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മെച്യൂർലി മൈഥിലിക്കുട്ടി മ്യൂസിക്കിനെ കാണുന്നുണ്ട്, മ്യൂസിക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് അതിൽ 3 എലിമെന്റ്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ലിറിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലിറിക്സ് മനസ്സിലാക്കി അതിന്റെ വരികൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഇമോഷൻസ് കൊടുക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ ശ്രദ്ധിച്ചു. മൈലാഞ്ചി ചോപ്പുള്ള കൈയാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ കാണിച്ചു പോകും. അതൊരു പ്രത്യേക രസമുണ്ട്. അത് മൈഥിലിക്കുട്ടി ആ പാട്ടിനെ എന്താ പറയാ, ഹൃദയത്തോട് ചേർത്തിട്ടാണ് അത് പാടുന്നത് എന്ന് മനസ്സിലായി ഇപ്പൊ അത് കണ്ടപ്പോ. വേറൊരു കാര്യം, ഇത് ഒരു ഡ്യുവറ്റ് സോങ് ആണ് അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രെത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൈഥിലിക്കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്റെ ആ സംശയമൊക്കെ കാറ്റിൽ പറത്തിയിട്ടായിരുന്നു ഇന്ന് മൈഥിലിക്കുട്ടിയുടെ പെർഫോമൻസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എവിടെയും ഒരു ശ്വാസം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പാർക്കിങ്ങിന്റെ പ്രശ്നമോ ഒന്നും കണ്ടില്ല. നല്ല രസമായിട്ട് എല്ലാം ബ്യൂട്ടിഫുള്ളി ലാൻഡ് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി. അത് എപ്പോഴും പറയുന്നതാണ്. അത് ആ പാട്ടിന് കൊടുക്കേണ്ട ഇമോഷൻസ് അത് മാത്രം കൊടുക്കാൻ കാണിച്ച ആ മെച്യൂരിറ്റി, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 3 എലിമെന്റ്സ് ആണ് ഞാൻ ഇന്ന് മൈഥിലിക്കുട്ടിയിൽ കണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലസ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ആസ് എ റിസൾട്ട് ഓഫ് എന്താ പറയാ, നമ്മൾ ഈ ജേർണിയുടെ ഭാഗമായിട്ട് വന്നതിന്റെ ആ ഒരു റിസൾട്ടാണ് ഇന്നത്തെ ഈ പെർഫോമൻസ് എന്ന് തോന്നുന്നു മൈഥിലിക്കുട്ടിയുടെ. ബാക്കിയൊക്കെ ബ്യൂട്ടിഫുൾ ആയി പാടി, എനിക്ക് എല്ലാ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ മാത്രം ചെറിയൊരു ശ്രുതിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് വെച്ചാൽ ബാക്കിയൊക്കെ എക്സലന്റ് ആയിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോക്കോ. യെസ്, ഓൾ ദി ബെസ്റ്റ്. മാർക്കണ്ടേ കുറച്ച് കുറവാണേ, കുറച്ച് ഇത്തിരി. ഈ കാട്ടല്ലേ നമ്മൾ കുറച്ച് പിടിക്കണ്ടേ? നമ്മള് പിശുക്കിയേ തരുള്ളൂ. അതെ, ബുദ്ധിമുട്ടായി വരിക ഇപ്പം. അതെ, സ്ട്രിക്റ്റ് ആക്കി. കാരണം അങ്ങോട്ട് പോകുന്തോറും നമ്മൾ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരും. അപ്പൊ ഒരു റിതം അങ്ങോട്ട് പോരട്ടെ. $98.25 98.5 98.75 99.25 99.5. അപ്പൊ അതാണ് ഇന്നത്തെ മാർക്ക്. 99.5 ഔട്ട് ഓഫ് 100. ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് അടുത്ത സ്റ്റേജ് ആണ്, കുറച്ച് പിടിച്ചേ മാർക്ക് തരും എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സത്യസന്ധമായിട്ട് പറഞ്ഞതാ. അത് ശരിക്കും പറഞ്ഞതാ കേട്ടോ. പക്ഷെ പിടിച്ചു തന്നിട്ടും അതെ, അത്രയും കിട്ടിയില്ലേ, അതൊരു പോയിന്റ് ആണ്, അതൊരു കാര്യമാണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അത് മാത്രല്ല മൈഥിലിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആരെയാ വിളിക്കണ്ടേ നമുക്ക് ഗിഫ്റ്റ് തരാൻ? ജയചന്ദ്രൻ സാർ. വെൽക്കം. ഇത് ആരൊക്കെയാ വരുന്നത്? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടോ നമുക്ക്? അയ്യോ, ഇത് കണ്ടോ? ഹലോ. ഹലോ, ഹായ്. നീ എത്ര പാട്ട് പാടാനുള്ള ആളാ? അതെ അതെ, കിൻഡർ മോക്സിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, നമ്മുടെ മൈഥിലിക്കുട്ടിക്ക് ഒരു ഉടുപ്പ്. ഇനി എന്നെ എടുത്തോ. വേഗം എടുക്കാൻ. അയ്യോ, വേറൊരു ചിത്രം കാണിച്ചുതരാം. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തേക്ക് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട, നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.